ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ കിടക്കാച്ചി സാധനം ഉണ്ടാക്കലായിട്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ പൊട്ടിക്കിടക്കുന്ന കുറേ പാത്രങ്ങളും കുറേ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് പോരെ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അക്രിലിക് പെയിൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പ്രൈമറി കളറല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത്. സാധാരണ അക്രിലിക് 12 ഷെയ്ഡ് ഉള്ളതാണ്. അപ്പോൾ തന്നെ എൻ്റെ ബ്രഷാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ അക്രിലിക് ഫാബ്രിക് കാസലിൻ്റെ ആണ് സംഭവം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പെയിൻറ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സൺസെറ്റ് ഒരു തീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കളേഴ്സും അപ്പോൾ തന്നെ ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഇതാ പെയിൻറ് ചെയ്യാൻ പോവാണ്. റെഡ് ഷെയ്ഡാണ്. ഫസ്റ്റ് നമ്മൾ അസ്തമിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ റെഡാണ് ആദ്യം തന്നെ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി റെഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ ഓറഞ്ച് എടുത്തേക്കാണ്. നമ്മൾ എടുക്കാൻ മറന്നു. ഇതാണ് ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഓറഞ്ച് പകുതിയായപ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ടുണ്ട് ഓർമ്മിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളിതാ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഇത് പോകണം, റെഡിൽ നിന്ന് പോയി ഓറഞ്ചിലോട്ട് വരുന്നതിൽ ഒരു ഇത് വേണം. അത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതേ ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്യാതെ, വെള്ളം കൊണ്ട് വാഷ് ചെയ്യാതെ ഓറഞ്ച് വെച്ച് യെല്ലോ വെച്ച് ചെയ്യാണ്. വാഷ് ചെയ്യാതെ ചെയ്യുക. എന്നാലാണ് നമുക്ക് ആ ഒരു ഓറഞ്ചിൽ നിന്ന് പോയി യെല്ലോയിലോട്ടുള്ളൊരു പിടുത്തം കിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒരു ചെയ്യുക. നമുക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ നല്ല പെർഫെക്ഷനോട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൊടുക്കണ്ട. നമുക്ക് സിമ്പിൾ ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇതാ നമ്മൾ യെല്ലോ കൊടുത്ത് തീരാറായിട്ട്. അപ്പോൾ ഇതാ യെല്ലോ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ആ ഒരു ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ സെറ്റാക്കിയിട്ട് ഒരു ഡീറ്റെയിൽനെസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് മിനുക്ക് പണിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മിനുക്ക് പണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രീ ആണ് വരയ്ക്കുന്നത്. ഉണങ്ങിയ ട്രീയിൽ കുറച്ച് വൈറ്റ് കളർ പൂ വെച്ച് ഫില്ല് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാബ്രിക് കാസലിൻ്റെ തന്നെ നമ്മുടെ 2 എന്ന് പറഞ്ഞൊരു ബ്രഷ് എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പോയിന്റ് ബ്രഷ് ഉണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരയ്ക്കാനും സ്കെച്ച് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ അത് വെച്ച് ഒരു ട്രീൻ്റെ ഒരു സ്കെച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ആവില്ലെന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. കാരണം ഞാൻ വരയ്ക്കുമ്പോൾ ഒന്ന് തടിച്ചിട്ടൊക്കെയാണ് വരയ്ക്കുക. പക്ഷെ അത് അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിതാ വരയ്ക്കുന്നുണ്ട്. നല്ല രസത്തിൽ വരയ്ക്കുന്നുണ്ട് ഒരു ഇതിൽ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാവും എന്നൊക്കെ. ലാസ്റ്റ് കിട്ടില്ലൻ ലുക്കാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ കിട്ടില്ലൻ ലുക്കാണ് ലാസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞുകുട്ടികളുള്ള വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ക്രാഫ്റ്റിന് ഇഷ്ടപ്പെടുന്ന പെയിൻറ്റിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു ഇതിൽ തന്നെ ചേരണമെന്നില്ല. നമുക്ക് ഏതിൽ വേണമെങ്കിലും ഈ ഒരു തീം സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ മരമൊക്കെ ചെറുതായി പാളിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഈ അവസാന നിമിഷത്തിൽ ഇതൊക്കെ പാളിപ്പോകുന്നത് ഞാൻ കണ്ടോ, നല്ല പാളിപ്പോയിണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ലീഫൊക്കെ കൊടുക്കുകയാണ്. സെറ്റാക്കാന്ന് വെച്ചാൽ പൂ വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ പുല്ല് ഇതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. നമുക്ക് ലാസ്റ്റൊക്കെ നോക്കാം. ലാസ്റ്റ് മിനുക്ക് പണിയായിട്ടാണ് നമ്മൾ പൂവ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പൂവ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂവല്ല, പുല്ല് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ നമ്മൾ ഒരു ഉണങ്ങി ചെടിയുടെ ഇടയിലോട്ട് ചെറിയ ചെറിയ വള്ളി പോലത്തെ പുല്ലൊക്കെ ഉണ്ടായില്ല, അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അതാണ് നമ്മളത് ഇവിടെ കൊടുക്കുന്നത്. അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഷെയ്ഡ് ചെയ്ത് സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് കളർ പൂ വെച്ച് എല്ലാ തെറ്റി ഭാഗങ്ങളും എല്ലാ തെറ്റി ബ്രാഞ്ചസും ആ ട്രീൻ്റെ എല്ലാ തെറ്റി ബ്രാഞ്ചസും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസത്തിൽ എങ്ങനെ ചെയ്തതെന്നും ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന റൗണ്ട് ബ്രഷാണ് കേട്ടോ. ഫാബ്രിക് കാസലിൻ്റെ റൗണ്ട് ബ്രഷാണ്.
അപ്പോൾ ഈ റൗണ്ട് ബ്രഷ് വെച്ച് നല്ല ഉപയോഗം ഉണ്ട് കേട്ടോ. അതിനാണ് ഞാൻ റൗണ്ട് ബ്രഷ് വാങ്ങിക്കാറുള്ളത്. എന്നിട്ട് ഞാനൊരു പുള്ളിക്കുത്തും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ചെടിയിൽ കൊടുത്തിട്ടുണ്ട്. ചെടിയിൽ കൊടുക്കാൻ പോകണേയുള്ളൂ. അതിന് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക, ഒരു ബ്ലാക്ക് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഇതിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രാഞ്ചിലായിട്ട്. ലാസ്റ്റ് ബ്രാഞ്ച് വെറുതെ ഇരിക്കില്ല എന്നിട്ട് പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയല്ല നമ്മുടെ വീഡിയോ. ലൈക്ക്